നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. PC വിഷ്ണുനാഥ്, M ലിജു, K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ് എന്നിവരും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ലീഗ്. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. തൃശൂരിൽ നഗരയാത്രികരെ വലച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി റോഡിലിട്ടിരിക്കുന്നത്. CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. വാർത്തകൾ വിശദമായി. UDF സർക്കാരിലേക്ക് മന്ത്രിമാർ ആരൊക്കെയെന്ന് ഇന്ന് വ്യക്തമാകും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. PC വിഷ്ണുനാഥ്, M ലിജു, K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ് എന്നിവരും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ലീഗ് നേതൃത്വവുമായും ഇന്ന് ചർച്ച നടക്കും. 5 മന്ത്രിസ്ഥാനമാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും കേരള കോൺഗ്രസിന് ലഭിച്ചേക്കും. അങ്ങനെയെങ്കിൽ മോൻസ് ജോസഫ് മന്ത്രിയും തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പും ആകും. ഘടകകക്ഷികളിൽ നിന്ന് അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CP ജോൺ, മാണി C കാപ്പൻ എന്നിവർ മന്ത്രിമാരാകും. RMP മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റയടിക്കുള്ള വർധനയാണ് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നത്. ഇന്ധനവില വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും. വരുമാനം വർദ്ധിക്കാതെ ചെലവുകൾ മാത്രം കുതിച്ചുയരുന്നത് ഇടത്തരക്കാരുടെ സമ്പാദ്യങ്ങളെയും ജീവിത നിലവാരത്തെയും ബാധിക്കും. പച്ചക്കറി, അരി, മറ്റു പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കായി ഇതര സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത്. ഡീസൽ വില കൂട്ടിയതോടെ ചരക്ക് കടത്തുകൂലി ഉയരും. ഇത് മൊത്ത വ്യാപാര, ചില്ലറ വ്യാപാര മേഖലകളിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ചരക്ക് കടത്തുകൂലി വർദ്ധിക്കുന്നത് സിമന്റ്, മണൽ, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ വില ഉയരുന്നതും കെട്ടിട നിർമ്മാണ മേഖലയെ ബാധിക്കും. ഇന്ധനവില വർധന പൊതുഗതാഗത മേഖലയിലെ നിരക്ക് വർധനയ്ക്കും കാരണമാകും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്കും സ്വകാര്യ ബസ്സുകൾക്കും ഡീസൽ നിരക്ക് വർധന ആഘാതമാണ്. വരുമാനത്തിലെ ഇടിവും ഉയർന്ന പ്രവർത്തന ചെലവും കാരണം ബസ് വ്യവസായം ഇപ്പോൾ തന്നെ തകർച്ചയിലാണ്. ബസ് ചാർജ് വർധനയ്ക്കായി ഉടമകൾ സമ്മർദ്ദം ശക്തമാക്കാൻ സാധ്യതയുമുണ്ട്. നിരക്ക് വർധനയ്ക്കായി ഓട്ടോറിക്ഷ, ടാക്സി മേഖലയും ആവശ്യമുന്നയിക്കുമെന്നുറപ്പാണ്. വാണിജ്യ LPG നിരക്കിന് പിന്നാലെ ഇന്ധനവിലയും ഉയർന്നത് ഹോട്ടൽ വ്യാപാരികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. LPG വിലവർധന കാരണം പല ഹോട്ടലുകളും ഇതിനകം പൂട്ടിക്കഴിഞ്ഞു. പല ഹോട്ടലുകളും പൂട്ടലിന്റെ വക്കിലുമാണ്. ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വിലവർധനയ്ക്കും ഇന്ധന വിലവർധന കാരണമാകും. TCV ന്യൂസ്, തൃശൂർ. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കൊൽക്കത്ത സുവോളജിക്കൽ ലാബിലെ പരിശോധനയിലാണ് കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ കിട്ടിയതിന് പിന്നാലെ വനം വകുപ്പ് വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പുലിപ്പല്ല് കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പ് വേടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. തനിക്ക് ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടി എന്ന ആൾ തന്നതാണ് പുലിപ്പല്ലെന്ന് വേടൻ പറഞ്ഞിരുന്നു. എന്നാൽ വേടന്റെ ഫോണും സമൂഹമാധ്യമ അക്കൗണ്ടും ഉൾപ്പെടെ പരിശോധിച്ചിട്ടും രഞ്ജിത്ത് എന്നയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തൃശൂരിൽ നഗരയാത്രികരെ വലച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകൾ മാറ്റാതെ അലക്ഷ്യമായി റോഡിൽ തന്നെ ഇട്ടിരിക്കുന്നത് അപകടക്കെണിയാകുന്നു. പൂരത്തിന്റെ സുരക്ഷയ്ക്കായി എത്തിച്ച പോലീസിന്റെ ബാരിക്കേഡുകളാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഭീഷണി ഉയർത്തുന്നത്. വാഹനയാത്രികർക്കടക്കം വലിയ ഭീഷണിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞ് 3 ആഴ്ചകൾ പിന്നിട്ടു. പക്ഷേ പൂരം സുരക്ഷയ്ക്കായി നഗരത്തിലെ റോഡുകളിൽ പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ
പലതും പൂരനഗരി വിട്ടിട്ടില്ല. ഏറെ തിരക്കേറിയ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ 10-ലേറെ ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി കിടക്കുന്നത്. ഇത് സൃഷ്ടിക്കുന്നതാകട്ടെ വലിയ അപകട സാധ്യതയും. പലപ്പോഴും ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന ഇടമാണ് സ്വരാജ് റൗണ്ട്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു കണക്കെ വഴിമുടക്കികളായി ബാരിക്കേഡുകളും. നായ്ക്കനാൽ, ബിനി പരിസരം, പാറമേക്കാവ് പരിസരം, ബാറ്റ പരിസരം, മണികണ്ഠനാൽ പരിസരം എന്നിവിടങ്ങളിലാണ് അനാഥമായി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവ നിലകൊള്ളുന്നത്. നായ്ക്കനാലിൽ സിഗ്നലിനോട് ചേർന്നാണെങ്കിൽ മണികണ്ഠനാൽ പരിസരത്ത് കൃത്യം റോഡിലെ വളവിൽ തന്നെ. ഇതാകട്ടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ്. തുരുമ്പെടുത്തും കാലുകൾ ചരിഞ്ഞും നിൽക്കുന്ന ചിലതാകട്ടെ വഴിയാത്രക്കാരിലും ഇരുചക്ര വാഹന യാത്രികരിലും സൃഷ്ടിക്കുന്ന ഭീതി ചെറുതല്ല. സമയബന്ധിതമായി ഇവ നീക്കി എല്ലാ വിഭാഗം യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഒട്ടും നിസ്സാരമല്ലാത്ത ഈ അലംഭാവം. അതിനാൽ എത്രയും വേഗം ഇവ റോഡിൽ നിന്നും മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പൂരം പിരിഞ്ഞ് 1 മാസമാകുമ്പോഴും പോലീസിന്റെ ഭീഷണി സൃഷ്ടിക്കുന്ന ഈ ബാരിക്കേഡുകൾ ഇനി എന്ന് മാറ്റുമെന്ന കാത്തിരിപ്പിലാണ് ഓരോ വാഹനയാത്രികരും. സ്വരാജ് റൗണ്ടിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന നേതാക്കളുടെ ഫോട്ടോയിലാണ് പെട്രോൾ ബോംബ് പതിച്ചത്. തീയും പുകയും കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് തീയണച്ചത്. ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ കഞ്ചാവ് ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ പറഞ്ഞു. വരുന്ന ക്രിമിനൽ, അതോടൊപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ കുറച്ച് നാളുകളായി ചേരുംകുഴി പ്രദേശത്ത് ജനജീവിതത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്നലെ രാത്രിയാണ് CPMന്റെ ഓഫീസിന് നേരെ ബോംബ് ഉൾപ്പെടെ. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിനൊത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇതിൻ്റെ തെറ്റുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 6,21,48,251 രൂപയും 1 കിലോ 353 ഗ്രാം സ്വർണവും 13 കിലോ 245 ഗ്രാം വെള്ളിയും ലഭിച്ചു. ഈ ഭണ്ഡാരം വഴി 7 ലക്ഷത്തോളം രൂപയാണ് ലഭിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ചവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഭാര്യയ്ക്കും ഭർത്താവിനുമായി 1 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഡിജി ലോക്കർ സംവിധാനവും ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഇക്കാര്യത്തിന് വിദഗ്ധ കമ്പനികളുമായി ദേവസ്വം ചർച്ച നടത്തി ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ അറിയിച്ചു. യോഗത്തിൽ ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. നിലവിൽ ഭരണസമിതിയിൽ 1 അംഗത്തിന്റെ കുറവുണ്ട്. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ജീവനക്കാരുടെ പ്രതിനിധിയും CPM അംഗവുമായ C മനോജ്, കേരള കോൺഗ്രസ് M പ്രതിനിധി മനോജ് B നായർ എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുക. ഇതോടെ സർക്കാരിന് 3 അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കഴിയും. സ്ഥിരം ഭരണസമിതി അംഗങ്ങൾ സർക്കാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്നതോടെ ഇപ്പോഴത്തെ ഭരണസമിതി ന്യൂനപക്ഷമാകും. 9 അംഗ ഭരണസമിതിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉൾപ്പെടെ 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. CPM പ്രതിനിധിയായി നിലവിലെ ചെയർമാൻ AV ഗോപിനാഥും CPI പ്രതിനിധിയായി MU ഷിനിജയും മാർച്ച് 15-നാണ് ചുമതലയേറ്റത്. 2 വർഷ കാലാവധിയുണ്ടെങ്കിലും സെപ്റ്റംബറിൽ ഭരണസമിതിയുടെ ഭൂരിപക്ഷം ഇല്ലാതാകും. UDF പ്രതിനിധികളെത്തുന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് ഭരണപരവും വികസനപരവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച് സെപ്റ്റംബർ മുതൽ ഗുരുവായൂർ ദേവസ്വം ഭരണവും UDF പക്ഷത്തേക്ക് മാറാനാണ് സാധ്യത. TCV ന്യൂസ്, ഗുരുവായൂർ. ചാലക്കുടിയിൽ പാലം നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങൾ പതുക്കെ പോകുന്നതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 സ്പാനറുകളിലായി 42 ബെയറിംഗുകളാണ് മാറ്റുന്നത്.
വടക്കാഞ്ചേരി മുള്ളൂർക്കര പഞ്ചായത്ത് കിണറ്റിൽ വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒഡീഷ സ്വദേശി ബീരജ് ബിവറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗീതാ ഗോവിന്ദം ട്രസ്റ്റ് അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ജയദേവ പുരസ്കാരം വടക്കേപ്പാട്ട് കൃഷ്ണകുമാറിന് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങ് പെരുവന്നം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. വത്സൻ തീയാടി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തെ ആദരിച്ചു. GK പ്രകാശൻ, ശോഭ ഹരിനാരായണൻ, ഡോക്ടർ KB പ്രഭാകരൻ, അമ്പലപ്പുഴ വിജയകുമാർ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ആഗോളതലത്തിൽ തന്നെ അതിൻ്റെ ഇടവേള. Discover is la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. വാർത്തയിലേക്ക്. കൊണ്ടാഴി പഞ്ചായത്തിൽ സമഗ്ര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി വിത്തിറക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MC നന്ദന, പഞ്ചായത്ത് അംഗങ്ങളായ PR വിശ്വനാഥൻ, പീറ്റർ തങ്കച്ചൻ, ധന്യ മധു, കൃഷി ഓഫീസർ KV ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മേഖലയിൽ വീണ്ടും കാട്ടുപന്നി ഇറങ്ങി. മൂന്നുവീടുക ബീച്ച് റോഡ്, APJ അബ്ദുൽ കലാം റോഡിലുള്ള തറയിൽ ധന്യ അജയകുമാറിന്റെ വീട്ടുവളപ്പിലാണ് കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നികളെ പിടികൂടുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സ്റ്റേഡിയം ചില സംഘടനകൾക്ക് മാത്രം നൽകുന്നത് സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. സ്റ്റേഡിയം വാർഡ് കൌൺസിലർ VS നവനീതാണ് ഇത് സംബന്ധിച്ച് കൌൺസിലിൽ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇതോടെ പ്രതിപക്ഷ കൌൺസിലർമാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. കായിക പ്രേമികളുടെ സ്വപ്നത്തിന് വിലക്കേർപ്പെടുത്തുന്ന നഗരസഭാ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്റ്റേഡിയത്തിന്റെ പേരിൽ അഴിമതി നടക്കുന്നതായും ആരോപിച്ചു. അരമണിക്കൂർ നീണ്ട ബഹളത്തിനൊടുവിൽ സെക്രട്ടറി മറുപടി നൽകിയതോടെയാണ് തർക്കം അവസാനിച്ചത്. ഇതുവരെ നഗരസഭയ്ക്ക് സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്ന് സെക്രട്ടറി H. അഭിലാഷ് കുമാർ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിലെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായാലേ നഗരസഭാ ഗ്രൗണ്ട് ഏറ്റെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം അറിയിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഇരട്ട സഹോദരിമാർ. എളനാട് സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ അസ്നയും അഫ്നയുമാണ് നേട്ടം കൈവരിച്ചത്. എളനാട് തൃക്കണ്ണായ കരുമാങ്കുഴി വീട്ടിൽ KV അബ്ബാസിന്റെയും സബിതയുടെയും മക്കളാണിവർ. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ അഖില ജിജുവിനെ താനെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. അനുമോദന സദസ്സ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗോപാലകൃഷ്ണൻ, റിജു കണക്കന്തറ, സുഷിൽ ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. SFI മണലൂർ ഏരിയ പഠന ക്യാമ്പിന് തുടക്കമായി. പെരുവല്ലൂർ ഡോക്ടർ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് SFI ജില്ലാ സെക്രട്ടറി T. അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PG സൂരജ് അധ്യക്ഷത വഹിച്ചു. PA രമേശൻ, PG സുബിദാസ്, ഗീതാ ഭരതൻ, K. സച്ചിൻ, അതുൽ കൃഷ്ണ, അസൽ PS, ഋതു കൃഷ്ണ എന്നിവർ സംസാരിച്ചു.
3 ദിവസത്തെ രാമഭക്ത സംഗമത്തിനും ദേശീയ സെമിനാറിനും ഗുരുവായൂരിൽ തുടക്കമായി. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, സതീഷ് ഗുരുവായൂർ, ബാബുരാജ് കേച്ചേരി, KR പ്രവിൽ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അരുൺ C നമ്പ്യാർ, രേണു ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ കാലടി റോഡിൽ കാന നിർമ്മാണത്തിനിടെ മലമ്പാമ്പിനെ കണ്ടെത്തി. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി. കൊടകര ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വിവിധ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ആദരം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന പ്രസിഡന്റ് Y. ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. PJ ആന്റണി, TG അജു, KV ശ്രീജിത്ത്, PG മോഹനൻ എന്നിവർ സംസാരിച്ചു. പൊതുച്ചോറ് വിതരണത്തിലൂടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ DYFI കോവിഡ് കാലത്തെ സേവനത്തിലൂടെ മാതൃകയായ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, എയ്ഡ്സ് രോഗികളെയും വീട്ടുകാരെയും പരിപാലിച്ചു പോരുന്ന മുരിങ്ങൂർ സെന്റ് വിൻസെന്റ് ഹോം, പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവരെ ആദരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയും ജില്ലാ ആശുപത്രിയും സംയുക്തമായി നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പ്രേംകുമാർ, കൌൺസിലർമാരായ PK വിജയൻ, ലൈല നസീർ, സുമയ്യ BV, ബിനില ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ. നെന്മണിക്കര മടവാക്കര സ്വദേശി കുന്നൻ വീട്ടിൽ കൊച്ചുപോൾ എന്ന് വിളിക്കുന്ന രവിയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കൊക്കാല അടയ്ക്ക മാർക്കറ്റ് റോഡിൽ ബന്ധുവായ പോളിനെ മരക്കട്ട ഉപയോഗിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. CNNB HS ചേർപ്പ് വിദ്യാലയത്തിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ക്യാമറ ഉപയോഗവും വീഡിയോ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ പരിശീലനവും നടന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം. അധ്യാപകരായ VC അർച്ചന, C സുമം എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. PC വിഷ്ണുനാഥ്, M ലിജു, K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ് എന്നിവരും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ലീഗ്. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന പരിശോധനയിൽ കണ്ടെത്തി. തൃശൂരിൽ നഗരയാത്രികരെ വലച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി റോഡിൽ ഇട്ടിരിക്കുന്നത്. CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.